ആക്കിയായിരുന്നല്ലോ. എക്സാം കഴിയണം, ഒരു ഫ്രീ മൈൻഡ് വരണമെന്നുണ്ടായിരുന്നു. ഈ പത്താത്ത എവിടെ അറിയില്ല മകനെ. ഇതൊക്കെ പഠിക്കുക, മോൾക്ക് എക്സാം ഉണ്ട് തോന്നുന്നുണ്ട്, പക്ഷെ ഏത് മാസം എനിക്കറിയില്ല. എല്ലാവരും പഠിക്കട്ടെ. എൻ്റെ നെറ്റ് എന്ത് പറ്റി? നെറ്റിക്ക് എന്ത് പറ്റിയേ? നെറ്റിക്ക് എന്ത് പറ്റിയത്? ഒന്നുമില്ല, നെറ്റ് ആദ്യം ഇങ്ങനെ തന്നെയല്ലേ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എനിക്ക് അതന്നെ നേരം. നെറ്റിക്ക് എന്താ പ്രശ്നം? ഒരു വെട്ടോ അതീ മോളത്തെ ലൈറ്റാ, അവിടെ ഇവിടെ ഞെളിഞ്ഞിരിക്കുന്ന പോലെ. അത് നമ്മൾ സ്ട്രെസ്സല്ലേ, എക്സാം ആകുമ്പോൾ സ്ട്രെസ്സല്ലേ, അപ്പോൾ അതിൻ്റെ റിഫ്ലക്ഷൻസ് ഒക്കെ ഫേസിൽ വരും. ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. പിന്നെ എക്സാം ഒക്കെ കഴിഞ്ഞ് ഫ്രീ മൈൻഡ് ആകുമ്പോൾ അത് പോകും. ഇവിടെ ഞെളിഞ്ഞിരിക്കണം. ഞാൻ അങ്ങനെയൊക്കെ കാണിക്കണോണ്ടാണോ? ഞാൻ ദിഗംബരനാക്കാൻ നോക്കുകയാണ് അതിൽ ഞെളിഞ്ഞിരിക്കണത്. എൻ്റെ നെറ്റ് ആക്ച്വലി ഇങ്ങനെയാണ്. ഓക്കെ, എൻ്റെ നെറ്റ് ആക്ച്വലി ഇങ്ങനെയാണ് ഗൈസ്. നെറ്റ് എളുപ്പം നെവർ. എൻ്റെ നെറ്റ് ഇങ്ങനെയാണ് കേട്ടോ, എന്നാൽ നിങ്ങൾ എല്ലാവരും അറിഞ്ഞോളൂ. അബ്ദുൽ കരീം ഹായ്. അബ്ദുൽ കരീം വീണ്ടും ഹായ്. ഞാൻ പോയിട്ട് ഗേൾസിന് മെസ്സേജ് അമ്പടി. അപ്പോൾ കോയത്തേരൊന്നും നിർത്തിയിട്ടില്ല എന്നർത്ഥം. അബുഷാക്കിർ സുഖം? സുഖമാണല്ലോ. എന്താ എക്സാം അല്ലേ, നമ്മൾ കഷ്ടകാലത്തിന് ഒരു 10-50 ചാപ്റ്റർ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു 30-40 നമ്മൾ പഠിക്കും. ഇനിയിപ്പോൾ കഷ്ടകാലത്തിന് നമ്മൾ പഠിക്കാത്തടത്തുനിന്ന് ക്വസ്റ്റ്യൻ വരുമോ എന്ന് ആലോചിച്ച് ടെൻഷനല്ലേ. ഓക്കെ, അടുത്ത അണ്ടി പോയ എണ്ണാനല്ലേ. എത്ര ഏജ് ഉണ്ട്? എത്ര ഏജ് തോന്നും മസാഫിന്? എത്ര ഏജ് തോന്നുന്നുണ്ട്? എക്സാമിന് ടെൻഷനായി. എനിക്ക് ആകെ ഒരു ടെൻഷനുള്ളവരാണ് ഞാൻ. അങ്ങനെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ടെൻഷൻ അടിക്കുന്ന ഒരാളല്ല, നെവർ. ഇതുവരെ അടിച്ചിട്ടില്ലെന്നൊന്നും പറയാൻ പറ്റൂട്ടോ, പക്ഷേ എനിക്കൊരു തിരിച്ചറിവ് വന്നതിന് അങ്ങനെയല്ല, ലൈഫിൻ്റെ റിയാലിറ്റിക്ക് കടന്നതിന് ശേഷം ഞാൻ എത്രത്തോളം ടെൻഷൻ അടിക്കാതെക്കാൻ പറ്റുമോ അത്രത്തോളം ഞാൻ ടെൻഷൻ അടിക്കാതിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ വേറെ ഒന്നിനെക്കുറിച്ച് ഇപ്പം എനിക്ക് ടെൻഷനില്ല. കറണ്ട്ലി എനിക്കൊരു ടെൻഷനും ഇല്ല. കറണ്ട്ലി എനിക്ക് എക്സാമിൻ്റെ ടെൻഷൻ മാത്രമേ ഉള്ളൂ. അത് മാക്സിമം ഒരാഴ്ചയോട് കൂടി അത് തീരും. അപ്പോൾ പിന്നെ ഞാൻ ഫുൾ മൈൻഡ് ഫ്രീ. 29 കറക്റ്റ് 29 ആണ് എനിക്കെന്നെ മനസ്സിലായത്. ആദർശ് ഹായ്. കുവൈറ്റ് ആണോ? അതെ. ഏജ് 26. 29 26 ഒക്കെ കറക്റ്റാണ്. ഇതുവരെ പറഞ്ഞതൊക്കെ വളരെ കറക്റ്റാണ്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാണ്ടോ? ഇതുവരെ പറഞ്ഞതെല്ലാം വളരെ കറക്റ്റാണെന്നില്ലേ. കണ്ടാ പറയൂല, കണ്ണാകെ അത് ഉറക്കം കുറവ് എന്നല്ല കേട്ടോ, സ്ട്രെസ്സായിട്ടാണ് കേട്ടോ. അതങ്ങനെ തന്നെയാണ്, സ്ട്രെസ്സിൻ്റെയാണ്. ഇതൊക്കെ ഒരു എക്സാം കഴിഞ്ഞ് ഒരു 2 ആഴ്ച ഉറങ്ങി തീർക്കണം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ചോദിക്കും ഇപ്പോൾ പോയി ഉറങ്ങിക്കൂടി, പിന്നെ ഉറക്കം വരുന്നില്ല, മനസ്സിലായോ? നമുക്ക് ഈ ഉറക്കം വരുന്ന സമയത്ത് ഉറങ്ങാൻ പറ്റില്ല, അതാണ് പ്രശ്നം. നമ്മൾ ഈ രാവിലെയൊക്കെ നല്ല ഉറക്കം വരുന്ന സമയമല്ല, പക്ഷേ ഇപ്പോൾ എക്സാമായിട്ട് നമ്മൾ ആ രാവിലെ എണീറ്റിരുന്ന് പഠിക്കല്ലേ, അതുകൊണ്ടാണ് കണ്ണിൻ്റെ ഡാർക്ക്നെസ്. അത് മൈൻഡ് ചെയ്യണ്ട, ഡോണ്ട് മൈൻഡ് ഇറ്റ്. ഓക്കെ, ലീവ് ഇറ്റ്. വീട്ടിലാണോ പണി? അല്ല, നാട്ടിൽ. അണ്ണൻ നാട്ടിലെവിടെയാ? നാട്ടിൽ മലപ്പുറം. ഈ വണ്ടി പോയ അണ്ണാനെവിടെ? ഇവിടെ ഉണ്ട് എന്നാ. ആൾക്കാർ പോരല്ലോ, ഇതിലൊക്കെ ആൾക്കാരുണ്ടായിരുന്ന ലൈവ് വരുന്നുണ്ടത്. എന്ത് ചെയ്യാം? അപ്പോൾ ശരി, ഞാൻ നെയ്യും പോവാണെന്നുണ്ടെങ്കിൽ